ഏക പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. ഏകലോക രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനങ്ങൾ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 4 ഉം 5 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. നമ്മൾ നേരിട്ട് 4-ാം അധ്യായത്തിൽ നിന്ന് 5-ാം അധ്യായത്തിലെ ആരാധനാ വിഷയത്തിലേക്ക് പ്രവേശിച്ചു. ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ മടങ്ങി വന്ന് 5-ാമത്തെ അധ്യായത്തിൽ പറയാതെ നമ്മൾ പോയ ചില കാര്യങ്ങൾ കൂടെ എടുത്തു പറയുന്ന സമയമാണ്. അതിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ വിശേഷത, യേശുവിൻ ക്രൂശീകരണത്തിന്റെ പ്രാധാന്യത. സ്തോത്രം. അതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. യേശു മഹാപുരോഹിതനായി അപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള യാഗവസ്തുവുമായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. പിതൃസന്നിധിയിലേക്ക് സ്വന്തം രക്തവുമായി കയറി എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിച്ചു. സ്തോത്രം. അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ ഇന്നലെ. ആ കൂട്ടത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പാസ്റ്ററെ, എന്റെ റെഫറൻസ് എനിക്ക് വേണം. ഈ മഹാപുരോഹിതന് ഒരിക്കല് ജനത്തിന്റെയും തന്റെയും പാവങ്ങൾക്കായി അതിപരിശുദ്ധ സ്ഥലത്ത് കയറി പോകും. നമ്മള് എബ്രായ ലേഖനത്തില് അല്ലാതെ എവിടെ ലേവ്യ പുസ്തകത്തില് അതിന്റെ റെഫറൻസ് ഉണ്ടോ? എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. എബ്രായ ലേഖനത്തിന്റെ ഒറ്റയാൻ പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഇരട്ട പുസ്തകങ്ങളെന്നാണല്ലോ അറിയപ്പെടുന്നത്. ലേവ്യയും എബ്രായ ലേഖനവും. മഹാപുരോഹിത ശുശ്രൂഷയെ കുറിച്ച് നാം പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം മുതലേ കാണുന്നുണ്ട്. അതിൽ അവരുടെ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. ഞാൻ ആ ഭാഗങ്ങൾ തരാം. മറ്റാർക്കെങ്കിലും ഭാഗങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയാം. ലെവൈറ്റിക്കസ് 16:33 എന്ന് നോക്കിയേ.
Yeah. 33, 34. Yeah, 34. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒൻപതാം അധ്യായം വരെ അഹരോന്റെ പുത്രന്മാരുടെയും ഓർഡിനേഷൻ നടക്കുകയായിരുന്നു. 10-ാം അധ്യായത്തിന്റെ തുടക്കത്തിലേക്ക് വന്നപ്പോഴാണ് ഓർഡിനേഷൻ കഴിഞ്ഞ സന്തോഷത്തിൽ, നമ്മുടെ ഭാഷയാണ് ഓർഡിനേഷൻ, കരപൂരണം, അഭിഷേകം എന്നൊക്കെയാണ് ബൈബിൾ ഭാഷ. ആ സന്തോഷത്തിന് ഈ മഹാപുരോഹിതനായ അഹരോന്റെ 2 മക്കൾ പുരോഹിതന്മാർ, 10-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നാദാബും അബീഹുവും ദൈവം കൽപ്പിക്കാത്ത സാധാരണ തീ, അതിനെ അന്യാഗ്നി എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ആ അന്യാഗ്നി എടുത്തുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കൃപാസനത്തിങ്കലേക്ക് ചെന്നു. അന്യാഗ്നി കത്തിച്ചതുകൊണ്ട് അവർ 2 പേരും അവിടെ മരിച്ചു വീണു. എന്നിട്ട് അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ അതേ സംബന്ധിച്ചുള്ള കൽപ്പന കൊടുക്കുന്നു. അവർ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ എങ്ങനെയൊക്കെ ആകണം എന്നുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. അവിടെ മുതലാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതിനുള്ള റെസ്ട്രിക്ഷൻ പോലും വെക്കുന്നത്. അതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു വരുന്ന ഭാഗമാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായം. അതായത് മഹാപാപ പരിഹാര യാഗവുമായി ബന്ധപ്പെട്ട ഉത്സവം. അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ കണ്ടോ, അവരുടെ 7 ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് 7-ാം മാസം 10-ാം തീയതി ഉള്ള വാർഷിക ഉപവാസ ദിവസം. നമ്മളത് ഉപവാസത്തെ കുറിച്ച് മത്തായി 6-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ കണ്ടിരുന്നു. ഒരു ആനുവൽ ഫാസ്റ്റിംഗ് ഡേ ദൈവം ഇസ്രായേലിന് കൽപ്പിച്ച വാർഷിക ഉപവാസ ദിവസം, അതാണ് 7-ാം മാസം 10-ാം തീയതി. അന്ന് ആത്മതപനം ചെയ്യണം. അന്നേ ദിവസമാണ് ഈ 7-ാം മാസം 10-ാം തീയതി, അന്നേ ദിവസമാണ് മഹാപാപ പരിഹാര ദിവസം. അന്നേ ദിവസമാണ് സ്വന്തം പാപങ്ങൾക്കും ജനത്തിന്റെ പാപങ്ങൾക്കും വേണ്ടി മഹാപുരോഹിതൻ യാഗം കഴിച്ച രക്തവുമായി കൃപാസനത്തിങ്കലേക്ക്, മെഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം, അതിവിശുദ്ധ സ്ഥലം, കൃപാസനം എന്നൊക്കെ പറയും, അവിടേക്ക് കയറേണ്ടത്. അതാണ് ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിവസം. അന്നാണ് ചെയ്യേണ്ടത്. ഇനി 34-ാമത്തെ വാക്യം ആലിസാന്റെ തന്നെ വായിച്ചാട്ടെ. And this shall be an everlasting statute unto you, to make an atonement for the children of Israel for all their sins once a year. And he did as the Lord commanded Moses. സ്തോത്രം. അതിന്റെ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഭാഗങ്ങൾ മുഴുവനുമുണ്ട്. വിശേഷിച്ച്
9 മുതൽക്ക്. മറ്റു ഭാഗങ്ങളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായത്തിലും സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായത്തിലും ലേവ്യ 16-ലുമാണ് ഈ ഉത്സവങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ. ഇവയിൽ 3-ലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് പ്രത്യേകിച്ച് യാഗങ്ങളുടെ ആരാധനകളുടെയും ഒരു ശരിയായ കാറ്റലോഗ്, ഒരു നിയമാവലി നമുക്ക് മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഈ ലേവ്യ പുസ്തകത്തിലാണ് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ആലീസ് ആൻറ്റിക്കും താങ്ക് യു. സ്തോത്രം. Really, thank you both of you. മറ്റെന്തെങ്കിലും? അപ്പം 7 ആനുവൽ ഉത്സവങ്ങളായിരുന്നു ദൈവം അവർക്ക് അന്ന് കൽപ്പിച്ചാക്കിയിരുന്നത്. 3 ഉത്സവ സീസണുകളിലായിട്ട്. 3 festival seasons annually and 7 annual festivals. മറ്റൊന്നും ഇല്ല എന്ന് കരുതട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കുഞ്ഞാടിനെ കുറിച്ചുള്ള 8 പരാമർശങ്ങളാണ് നമുക്ക് കാണുവാൻ അവിടെ സാധിച്ചത്. ആദ്യത്തെ ദിവസം നാം കണ്ടു. 1, യഹൂദ ഗോത്രത്തിലെ സിംഹം. 2, ദാവീദിന്റെ വേര്. 3, ജയം പ്രാപിച്ചവൻ. 4, അറുക്കപ്പെട്ട കുഞ്ഞാട്. 5-ാമത് ഈ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെന്ന് തോന്നുന്നല്ലേ? 5-ാമത് യോഗ്യനായ ക്രിസ്തു ആരാധനയ്ക്ക്. യോഗ്യനായ ക്രിസ്തു, ക്രൈസ്റ്റ്, the worthy one. യോഗ്യനായ ക്രിസ്തു. എന്തിനൊക്കെ യോഗ്യനെന്നൊക്കെ നമുക്ക് ഇങ്ങനെ വിഷയങ്ങൾ എടുത്ത് പഠിച്ചു പോകാനായിട്ട് സാധിക്കുമെങ്കിലും ഇവിടെ വിസ്താര ഭയം കൊണ്ട് നമ്മൾ അതിന് മുതിരുന്നില്ല. യോഗ്യനായ ക്രിസ്തു. എന്തിനൊക്കെ യേശു യോഗ്യനാണ്? ഈ അധ്യായത്തിൽ നിന്ന് മാത്രം നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. ഇപ്പം സ്തോത്രം. എന്തിനൊക്കെ താൻ യോഗ്യൻ? ആദ്യം പറയുന്നത് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ, തുറക്കുവാൻ. ചോദ്യവും അതുതന്നെയായിരുന്നു 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ. Even the very question was, who is worthy to receive this book and open up its seals? അപ്പോൾ യേശു യോഗ്യൻ
Jesus is worthy. First of all, according to this chapter alone, we are not going out of this chapter. ഈ അധ്യായത്തിൽ മാത്രം നിന്നുകൊണ്ട് നോക്കിയാൽ, ഒന്ന്, പിതാവായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യേശു യോഗ്യൻ. പുസ്തകം എന്താണെന്നും അതിലെ കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. രണ്ടാമത്, യേശു എന്തിനാണ് യോഗ്യൻ? സ്തോത്രം. 9-ാമത്തെ വാക്യത്തിലും നാം അത് കാണുന്നുണ്ട്. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അതേ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, യേശു വീണ്ടെടുക്കുവാൻ യോഗ്യൻ, വിലയ്ക്ക് വാങ്ങുവാൻ യോഗ്യൻ. എല്ലാവർക്കും വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. സ്തോത്രം. എല്ലാവർക്കും വീണ്ടെടുപ്പാൻ കഴിയില്ല. എല്ലാവർക്കും അതിനുള്ള യോഗ്യതയില്ല. സ്തോത്രം. രൂത്ത് ബോവസിനോട് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ബോവസ് പറഞ്ഞത്, ഒന്ന് നിൽക്ക, എന്നേക്കാൾ യോഗ്യനായ മറ്റൊരുത്തനുണ്ട്. അവൻ കൈ ഒഴിയുന്നെങ്കിലേ എനിക്ക് ആ ചീട്ട് വീഴുള്ളൂ. ഒന്നാമത്തെ ആള് വീണ്ടെടുക്കാതെ വന്നതുകൊണ്ടാണ് ഈ ബോവസിന് അവസരം ലഭിച്ചത്. എന്നാൽ യേശു അതുപോലെ ബോവസിനെ പോലെ പോലുമല്ല. ബോവസിനോടൊക്കെ നമ്മൾ യേശുവിനെ ഉപമിക്കാറുണ്ട്, ഉപമിച്ച പ്രസംഗം നമ്മൾ കേൾക്കാറുണ്ട്, വീണ്ടെടുപ്പുകാരൻ എന്ന അർത്ഥത്തിൽ. പക്ഷെ ബോവസ് ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ അല്ലായിരുന്നു. തന്നെക്കാൾ അർഹനായത് മറ്റൊരുത്തന്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉപമാനങ്ങളോട് ചിലതിനോട് എനിക്ക് യോജിപ്പില്ല. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല തൽക്കാലം. യേശു വീണ്ടെടുപ്പാൻ യോഗ്യൻ. സ്തോത്രം. യേശുവിനെ വീണ്ടെടുക്കുവാൻ യോഗ്യനാക്കുന്ന പ്രധാന ഘടകം എന്താണ്? What makes the utmost thing that makes Jesus worthy to redeem us, redeem humanity. യേശുവിനെ വീണ്ടെടുക്കുവാൻ യോഗ്യനാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താ? No sin. Of course, sinlessness. പാപമില്ലായ്മ തന്നെയാണ് യേശുവിനെ വീണ്ടെടുക്കുവാൻ യോഗ്യനാക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. ബാക്കി ദൈവമോ മനുഷ്യനോ ഒക്കെ ആകുന്ന തരത്തിൽ ഭാഗങ്ങൾ ഉണ്ടെങ്കിലും പാപമുള്ളവനായിരുന്നു താനെങ്കിൽ എത്ര വലിയ ദൈവമായാലും വീണ്ടെടുക്കുവാൻ യോഗ്യൻ അല്ലാതെ വന്നേനെ. യേശുവിന്റെ നിഷ്കളങ്കത, പത്രോസ്ലീഹായും അതാണല്ലോ പറയുന്നത്. 1-ാം അധ്യായം 18-ഉം 19 വാക്യങ്ങളിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് വെള്ളിയും പൊന്നും പോലെയുള്ള അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലെന്നാണ് പത്രോസ് പറയുന്നത്. പിന്നെന്താണെന്ന് പറയുന്നു? Precious blood. കുഞ്ഞാടിന്റെ നിഷ്കളവും നിർഘോഷവുമായ സ്തോത്രം. കുഞ്ഞാടിന്റെ, അതും എങ്ങനെയുള്ള കുഞ്ഞാടാ? നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. അവിടെയും നിഷ്കളങ്കത, ഇന്നസെൻസ്, സിൻലെസ്നെസ്,
is more important. സ്തോത്രം. അപ്പോൾ യേശു വീണ്ടെടുപ്പാൻ, നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ യോഗ്യൻ. സ്തോത്രം. നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ യോഗ്യൻ. വിലയ്ക്ക് വാങ്ങുവാൻ യേശുവിനെ യോഗ്യനാക്കുന്നത് യേശുവിന്റെ പാപമില്ലായ്മയാണ്. യേശു അറുക്കപ്പെട്ട കുഞ്ഞാട്. ഇനി ഏതൊരു യാഗത്തിനും അറുക്കപ്പെടുന്ന യാഗമൃഗങ്ങൾക്കുള്ള യോഗ്യത എന്തുവാ? Without blemish. വിത്തൗട്ട് ബ്ലെമിഷ്, ഊനമില്ലായ്മ തന്നെയാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ യോഗ്യനാക്കുന്ന ഒന്നാമത്തെ ഘടകം യേശുവിന്റെ ഊനമില്ലായ്മയാണ്. നമ്മൾ അത് പല ആവർത്തി കണ്ടതുകൊണ്ട് ഇനിയും വിശദീകരിക്കുന്നില്ല, സൂചിപ്പിച്ചു വിടുന്നതേ ഉള്ളൂ. പെസഹ കുഞ്ഞാടെന്ന നിലയിൽ യേശു കൃത്യസമയത്ത് തന്നെ മഹാപുരോഹിതന്മാർക്കും മത മേലാളന്മാർക്കും തന്നെ തന്നെ കാണിച്ചു കൊടുത്തു. യെരുശലേമിലേക്ക് പോയി. യേശുവിന്റെ ശുശ്രൂഷാവേദികൾ പൊതുവെ ഗലീലയാണ്. അതുകൊണ്ടാണ് യേശു കഴുതക്കുട്ടിപ്പുറത്ത് കയറി സിയോൻ രാജാവായിട്ട് രംഗപ്രവേശം ചെയ്യുന്നതിനെ വേദപണ്ഡിതാക്കൾ ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ഇൻ ടു ദ സിറ്റി, യെരൂശലേമിലേക്കുള്ള യേശുവിന്റെ വിജയയാത്ര എന്ന് വിളിക്കുന്നത്. തന്നെത്താൻ അവർക്ക് ലഭ്യനാക്കി കൊടുത്തു, കാണിച്ചു കൊടുത്തു. എന്നാ അടുത്ത് നോക്കിക്കോ, വല്ല ഊനവും ഉണ്ടോ എന്ന്. യാഗ ദിവസം വന്നപ്പോൾ അവർ വീണ്ടും അടുത്ത് നിർത്തി പരിശോധിച്ചു. തങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയാഞ്ഞതുകൊണ്ട് സിവിൽ കോടതികളിലേക്ക് മാറ്റി. സിവിൽ കോടതിക്കും ഒന്നും കാണാൻ പറ്റാഞ്ഞതുകൊണ്ട് ആൾക്കൂട്ട കോടതിയിലേക്ക് മാറ്റിയ കാര്യം ശനിയാഴ്ചയാണെന്ന് തോന്നുന്നല്ലോ നമ്മൾ ചിന്തിച്ചിരുന്നത്. സ്തോത്രം. ഇവിടങ്ങളിലെങ്ങും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. സ്തോത്രം. അതുപോലെ യേശുവിന്റെ നിഷ്കളങ്കതയ്ക്ക് സാക്ഷ്യം പറഞ്ഞ 6 പേരെയും നമ്മൾ കണ്ടു. യേശുവിന്റെ നിഷ്കളങ്കതയെ വെളിവാക്കുന്ന 6 പ്രധാനപ്പെട്ട തിരുവചന ഭാഗങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളും നമ്മൾ കണ്ടു. ഇതൊന്നും ഇനി ആവർത്തിക്കണ്ടല്ലോ, എല്ലാം നിങ്ങൾക്ക് ഓർമ്മ കാണും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെ യേശുവിന്റെ പാപരാഹിത്യം, യേശുവിനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ യോഗ്യനാക്കുന്നു. സ്തോത്രം. നമ്മള് യേശുവിന്റെ പാപരാഹിത്യത്തിന് 6 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശു ഒരിക്കലും തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പാപമോചനത്തിനായി യാഗം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മൾ അതിന് റെഫറൻസ് ഒന്നും പറഞ്ഞിരുന്നില്ല. ഇന്ന് ജോയ്ക്കുട്ടിച്ചാൻ പറഞ്ഞ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ആ ഒരു വാക്യം ഒന്ന് വായിച്ചാൽ അതിനും കൂടെ റെഫറൻസ് ആകും. ബാക്കി 6 എണ്ണത്തിൽ 5 എണ്ണത്തിനും 4 എണ്ണത്തിനും നമുക്ക് റെഫറൻസുകൾ ഉണ്ടായിരുന്നു. 2 എണ്ണത്തിന് റെഫറൻസുകൾ പറഞ്ഞിരുന്നില്ല. അതിൽ ഒന്നിനും കൂടെ റെഫറൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ
27 അല്ല 26 27 ചേർത്ത് വായിച്ചോളൂ. Hebrews 7:26 and 27. Particularly this is on in 27. For such an high priest became us, who is holy, harmless, undefiled, separate from sinners, and made higher than the heavens. 27 ഇപ്പം, who needeth not daily as those high priests to offer up sacrifices first for his own sins and then for the people's. For this he did once when he offered up himself. Praise God. ലോകത്തിലെ മഹാപുരോഹിതന്മാരെ പോലെ 27 വാക്യത്തിൽ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. നമ്മുടെ കർത്താവിന്റെ യോഗ്യതകളാണ്. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ നിഷ്കളങ്കത, നിഷ്പാപാവസ്ഥ, പാപരഹിതമായ അവസ്ഥ തന്നെയാണ് യേശുവിനെ വീണ്ടെടുപ്പുകാരനായി യോഗ്യനാക്കുന്നത്. സ്തോത്രം. Praise God. അപ്പോൾ വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിനെ പറ്റി കാണുന്ന 8 പരാമർശങ്ങളിൽ 5-ാമത്തേതാണ് യോഗ്യൻ, യോഗ്യനായ ക്രിസ്തു. എന്തിന് യോഗ്യൻ? 1, 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിന്റെ മുദ്രകൾ പൊട്ടിക്കുവാനും അത് തുറന്ന് അതിൽ എഴുതിയിരിക്കുന്ന നടപടിക്രമങ്ങൾ നടത്തുവാനും യേശു യോഗ്യൻ. രണ്ടാമത് നമ്മൾ കണ്ടു വീണ്ടെടുക്കുവാൻ യോഗ്യൻ. അതിനുള്ള പ്രധാന യോഗ്യത യേശുവിന്റെ നിഷ്പാപ അവസ്ഥയാണ്. 3 സ്തോത്രം. യേശു എന്തിന് യോഗ്യൻ? 3-ാമത് 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ആരാധനയ്ക്ക് യോഗ്യൻ, worthy of worship. അവിടെ 7 കൂട്ടം കാര്യങ്ങളുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞു വിടുകയാണ്. ക്രിസ്തു ആരാധിക്കപ്പെടാൻ അല്ലെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യൻ. സ്തോത്രം. ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്തും ആരാധന സ്വീകരിച്ചിട്ടുണ്ട്. പലരും വന്ന് അവനെ കുമ്പിട്ട് നമസ്കരിച്ചു. സ്തോത്രം. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നു, നമ്മൾ പഠിച്ചതാണല്ലോ 12-ാമത്തെ വാക്യത്തിൽ 1000-1000-ഉം 10,000-10,000-വുമായ ദൂതസംഘം യേശുവിനെ കുറിച്ച് പാടുകയാണ്. നീ ശക്തിയും ബലവും ധനവും ജ്ഞാനവും മാനവും ബഹുമാനവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യൻ. സ്തോത്രം. അപ്പോൾ ആരാധനയ്ക്ക് യേശു യോഗ്യൻ. ആരാധനയ്ക്ക് യേശു യോഗ്യൻ. അതാണ് നാം 13-ാമത്തെ വാക്യത്തിലും കാണുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിൽ ഉള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആരാധനയ്ക്ക് യോഗ്യൻ.
അതിനോട് ചേർത്ത് ഒരു കാര്യവും കൂടെ പറയാം. സ്തോത്രം. He is worthy of equality with the Father. പിതാവിനോടുള്ള തത്തുല്യതയ്ക്ക് യേശു യോഗ്യൻ. പിതാവായ ദൈവത്തോടുള്ള തത്തുല്യതയ്ക്ക് യേശു യോഗ്യൻ. യേശുവിനെ ഈ ദൂതസഞ്ചയം വണങ്ങുന്നത്, മൂപ്പന്മാർ സാഷ്ടാംഗം പ്രണമിക്കുന്നത് സ്തോത്രം ആരോടൊപ്പം നിർത്തിക്കൊണ്ടാണ്? പിതാവായ ദൈവത്തോട്. പിതാവായ ദൈവത്തോടൊപ്പം. So Jesus is worthy of worship, rather worthy of equality with the Father. പിതാവായ ദൈവത്തോട് തുലനം ചെയ്യത്തക്കതുപോലെ തത്തുല്യമായ നിലയിൽ സ്തോത്രം യേശു ഇവിടെ ആരാധിക്കപ്പെടുകയാണ്. അപ്പോൾ കുറഞ്ഞത് യേശു ഈ കാര്യങ്ങൾക്കെങ്കിലും യോഗ്യനാണ്. സ്തോത്രം. നാം നമ്മുടെ കർത്താവിനെ നമസ്കരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. സ്തോത്രം. നമ്മൾ പാട്ടുപാടും, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ. ചിലപ്പം ഇതൊക്കെ പാട്ട് പാടുന്നത് ഈ കേൾക്കുന്നവർക്ക് ആർക്കും തിരിയത്ത് പോലും ഇല്ല. അങ്ങനെയാ പാട്ട് പാടുന്നത്. സ്തോത്രം. പകരം നാം ഇതൊക്കെ പാടുമ്പോൾ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് എത്ര യോഗ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാടണം. ഓരോ വരികളിലേക്കും അക്ഷരങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലണം പാട്ടൊക്കെ പാടുമ്പോൾ. സ്തോത്രം. അപ്പോൾ യേശു യോഗ്യൻ. പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര തുറക്കുവാനും യോഗ്യൻ. വീണ്ടെടുക്കുവാൻ യോഗ്യൻ. ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ. പിതാവിനോടൊപ്പം സ്തുതിക്കപ്പെടുവാനും യോഗ്യൻ. പിതാവിനോടൊപ്പം വാഴ്ത്തപ്പെടാൻ, പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടാൻ യോഗ്യനായ ക്രിസ്തു, അല്ലെങ്കിൽ യോഗ്യനായ കുഞ്ഞാട്. സ്തോത്രം. അപ്പൊ കുഞ്ഞാടിന്റെ യോഗ്യതകളിൽ പ്രധാനം കുഞ്ഞാട് അറുക്കപ്പെട്ടതാണെന്നുള്ളതാണ്. അറുക്കപ്പെടാനുള്ള യോഗ്യതകളിൽ പ്രധാനം താൻ ഊനമില്ലാത്തവൻ എന്നുള്ളതാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് കണക്ട് ചെയ്യാൻ പ്രയാസമില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ശരി, വെളിപ്പാട് 5 നമുക്ക് മടങ്ങിയെത്താം. കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ കണ്ട യോഗ്യൻ എന്നുള്ളതിന് ശേഷം എന്താണ് നാം കാണുന്നത്? എന്തായിരുന്നു ആദ്യ ദിവസം നമ്മൾ ചിന്തിച്ചത്? പരിപൂർണനായ ദൈവം. സ്തോത്രം. Christ is fully God. പൂർണ്ണ ദൈവമായവൻ.
ക്രിസ്തു പൂർണ്ണ ദൈവമായവൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിതാവായ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തോടൊപ്പം കുഞ്ഞാടും വാഴ്ത്തപ്പെടുന്നു. സിംഹാസനത്തിലിരിക്കുന്ന പിതാവിനോടൊപ്പം സൃഷ്ടികൾ യേശുവിനെയും കുമ്പിടുന്നു. സ്തോത്രം. പൂർണ്ണ ദൈവമായവൻ. സ്തോത്രം. അവൻ പൂർണ്ണ ദൈവമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആരാധന സ്വീകരിപ്പാൻ നമ്മുടെ കർത്താവിനെ യോഗ്യനാക്കുന്നതും. സ്തോത്രം. ഇത്രയും മനസ്സിലായോ? സ്തോത്രം. പൂർണ്ണ ദൈവം. ജീസസ് ഈസ് ഫുള്ളി ഗാഡ്. Because he is fully God, he is worthy of worship in equality with the Father. സ്തോത്രം. നമ്മുടെ യേശുവിന്റെ യോഗ്യത. വേറെന്തെങ്കിലും ഒന്നും കൂടെ നമ്മൾ പറഞ്ഞാരെന്ന് തോന്നുന്നല്ലോ ആദ്യത്തെ ദിവസം. വിലയ്ക്ക് വാങ്ങിയവൻ, വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുക്കുവാൻ യോഗ്യൻ എന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. മറ്റൊരു ഭാഗം യേശു ആരാണ് എന്ന വെളിപ്പാട് നമുക്കിവിടെ കിട്ടുന്നത്. യേശു വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നത് കൊണ്ട് ജീസസ് ഈസ് അവർ redeemer. Our redeemer. He bought us with a price. He bought us with a price. വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ചിന്തകളും നമ്മൾ പഠിച്ചതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ വായിച്ചിട്ട് ഈ 8 എണ്ണത്തിൽ കൂടുതലായിട്ട് വേറെന്തെങ്കിലും കിട്ടിയെങ്കിൽ പങ്കുവെക്കാം കേട്ടോ. ആർക്കെങ്കിലും വായനയിലോ പഠനത്തിലോ ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ പഠിച്ച 8 കാര്യങ്ങളെ കൂടാതെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ പങ്കുവെക്കാം. തെറ്റുമോ എന്ന് വിചാരിച്ചാലും ആശങ്കപ്പെടുകയും വേണ്ട. തെറ്റുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിടാമല്ലോ. ഒന്നുമില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് നാം കുഞ്ഞാടിനെ കുറിച്ച് കണ്ടു. കുഞ്ഞാടിന്റെ 7-8 വിധമായ പാഠങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ. സ്തോത്രം. കുഞ്ഞാട് ആരാണ് അല്ലെങ്കിൽ യേശു ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച 8 ഹ്രസ്വമായ ചിന്തകളാണ് ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്.
5-ന്റെ 6-ാമത്തെ വാക്യം നമുക്കിനി വായിക്കാം. 5:6 റെവലേഷൻ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. കുഞ്ഞാടിന്റെ ഒരു വിവരണം. 7 കൊമ്പും 7 കണ്ണുകളും. ഏഴ് കൊമ്പുകൾ എന്തിനെ കാണിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞു വിട്ടതായിരുന്നു എനിക്ക് തോന്നുന്നു, അല്ലേ? കൊമ്പുകൾ അത് തന്റെ അധികാരത്തെ, ശക്തിയെ, രാജത്വത്തെ, അധികാരത്തെ, ശക്തിയെ, രാജത്വത്തെ കാണിക്കുന്നതാണ് കൊമ്പുകൾ. കൂടാതെ 7 എന്നൊരു സംഖ്യയും നമുക്ക് അവിടെ കാണാം. 7 എന്നത് ദൈവിക പൂർണ്ണതയാണെന്നും നമുക്കറിയാമല്ലോ. സ്തോത്രം. ദൈവിക പൂർണ്ണത. 22-ാം സങ്കീർത്തനത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ മറ്റൊരു നെഗറ്റീവ് ആശയത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും കൊമ്പ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് കാണാം. Psalms 22:21. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ് പ്രവചനമായി ദാവീദ് രേഖപ്പെടുത്തുന്നത്. അതിൽ യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ശത്രുക്കളെ കുറിച്ച് പരാമർശിക്കുന്നു. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾ. കാട്ടുപോത്തിന്റെ കൊമ്പ്. എന്താ കാട്ടുപോത്തിന്റെ കൊമ്പുകളിലൂടെ അർത്ഥമാക്കുന്നത്? പവർ, ശക്തിയാ, അധികാരമാ. അപ്പൊ കൊമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശക്തിയും അധികാരവുമാണെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി ആ ഭാഗം എടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിലും കൊമ്പുകളെ കുറിച്ച് കാണാം. അവിടെയെല്ലാം രാജത്വവും അധികാരവുമാണ് പ്രതിപാദന വിഷയം. വെളിപ്പാട് 13-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലുമൊക്കെ എതിർ ക്രിസ്തുവിന്റെ കൊമ്പുകളെ കുറിച്ച് കാണാം. അവിടെയും ഇത് തന്നെ, അധികാരവും ശക്തി. സ്തോത്രം. പിന്നെ കാണുന്നത് 7 കണ്ണുകൾ. അതും നമ്മൾ പറഞ്ഞു വിട്ടായിരുന്നു. ഒംനീഷ്യൻസ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ സർവജ്ഞാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. സർവജ്ഞാനം. 7 എന്നത് ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ്. അതും കൂടെ ഞാൻ എളുപ്പം ഒന്ന് പറഞ്ഞു വിടാം. ബിബ്ലിക്കൽ ന്യൂമറോളജി, വേദപുസ്തകത്തിലെ സംഖ്യാശാസ്ത്രം എന്ന് നമുക്കതിനെ വിളിക്കാം. ചിലരൊക്കെ അതേ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ വായിച്ച ചില സൂചനകൾ നിങ്ങൾക്ക് തരുന്നു സംഖ്യാശാസ്ത്രത്തെ കുറിച്ച്. ഇതും രക്ഷയുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ
വേദപുസ്തകം പഠിക്കുന്നത് കൊണ്ട് ഒരു അറിവിന് വേണ്ടി പറയുന്നു. സ്തോത്രം. 1 എന്ന സംഖ്യ, 1, നമ്പർ 1, ഇറ്റ്സ് എ നമ്പർ ഓഫ് ഗോഡ്. ഏക ദൈവം എന്ന കാര്യത്തെ എടുത്തു പറയുന്ന ഒരു സംഖ്യയാണ് 1 എന്നുള്ളത്. സ്തോത്രം. ഡ്യൂട്ടറോണമി 6:4, ആവർത്തനം 6-ന്റെ 4-ാമത്തെ വാക്യം. അതുപോലെ എഫേസ്യ ലേഖനം 4-ന്റെ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളും, എഫേസ്യർ 4-ന്റെ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിലും നാം ഏക ദൈവം, ഏക കർത്താവ്, ഏക പിതാവ്, ഏക പ്രത്യാശ എന്നൊക്കെയുള്ള എന്താണ് പറയുന്നത്, സംഖ്യ 1 എന്നതിൻ്റെ ഒരു പ്രകാശനം നമുക്കവിടെ കിട്ടും. സോ 1 stands for the number of God. We have only one God, one Lord, one baptism. Okay. 2 എന്ന സംഖ്യ, നമ്പർ ഓഫ് മിനിമം വിറ്റ്നസസ്, ഏറ്റവും കുറഞ്ഞ സാക്ഷികളുടെ സംഖ്യയാണ്. 2 പേരെങ്കിലും സാക്ഷിക്കണം. Deuteronomy 19, 15 and 11 verse 3. ന്യായ വിസ്താര സഭകളിൽ കുറഞ്ഞത് ഏത് കാര്യത്തിനും സാക്ഷി പറയാൻ 2 പേർ എങ്കിലും വേണം. സോ ദ മിനിമം നമ്പർ ഓഫ് വിറ്റ്നസസ്, സാക്ഷികളുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു സംഖ്യയാണ് 2. 3 എന്ന സംഖ്യ എന്തോ ആവർത്തനം എത്ര പറഞ്ഞ്? 6:4, 6-ന്റെ 4. നമ്മള് ട്രിനിറ്റി പഠിച്ച സമയത്ത് ആ വാക്യം, അതിനൊരു പേരൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ക്ഷേമ. ക്ഷേമ. 19:15 11:3 അല്ലയോ പാസ്റ്റർ പറഞ്ഞു? 11:3 എന്നാ പറഞ്ഞ, അതാ ഞാൻ ചോദിച്ചത്. വീണ്ടും ഡ്യൂട്ടറോണമി 19:15 and 11:3. ഒന്നാമത്തേതിനാണ് ഡ്യൂട്ടറോണമി 6:4 പറഞ്ഞത്. ഒന്നാമത്തേതിനാണ് ആവർത്തനം 6-ന്റെ 4 പറഞ്ഞത്. രണ്ടാമത്തേതിന് 2 മിനിമം നമ്പർ ഓഫ് വിറ്റ്നസസിന് 11-ന്റെ 3-ഉം 11:3 and 19:15 19-ന്റെ 15. അതെ, 11-ന്റെ 3-ല് അത് ഇല്ലേ? ഇല്ല, അതാ ഞാൻ ചോദിച്ചത് ഏതാണ്. പതിനൊന്നിന്റെ 3-ൽ മിസ്രൈമിന്റെ മധ്യേ മിസ്രൈം രാജാവായ ഫറവോനോട് അവന്റെ സകലദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ എന്നാ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 19-ന്റെ 15-ലുണ്ടല്ലോ. 19:15 ഉണ്ട്. അതുണ്ട്. ഓക്കെ. മറ്റേത് ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റ് വന്നതായിരിക്കും, ഞാനത് നോക്കിയിട്ട് പറയാം. 3-ാമത്തേത് നമ്പർ 3 നമുക്കൊക്കെ അറിയാം, സ്റ്റാൻഡ്സ് ഫോർ ദ ട്രിനിറ്റേറിയൻ നമ്പർ. 3 എന്നത് ത്രിത്വ ദൈവത്തിന്റെ, ത്രിയേകത്വത്തിന്റെ ഒരു വിശുദ്ധ സംഖ്യയായിട്ട് നിൽക്കുന്നു.
എ സേക്രഡ് നമ്പർ, എ സേക്രഡ് ഡിവൈൻ ട്രിനിറ്റേറിയൻ നമ്പർ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ നാം ആ ഒരു പ്രധാന ഭാഗം കാണുന്നത് ഉൽപ്പത്തി 18 അബ്രഹാമിന്റെ അടുക്കൽ 3 അതിഥികൾ ചെന്ന കാര്യം. അവിടുന്ന് തന്നെ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തമായ ചിത്രം നമുക്ക് കാണാം. അതും നമ്മളെ ട്രിനിറ്റിയിൽ പഠിച്ചിരുന്നത് കൊണ്ടും ഇവിടെ അത്രയ്ക്ക് ഇതിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടും അങ്ങോട്ട് അധികം പോകുന്നില്ല. 4, നമ്പർ 4 stands for the created world. The created world. 4 corners, 4 directions, 4 winds. 4 എന്നത് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ സംഖ്യയാണ്. 4 ദിക്കുകൾ, 4 കാറ്റുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. 4 സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സംഖ്യ. അഞ്ചിന് വലിയ പ്രാധാന്യം ബൈബിളിലെങ്കും കൊടുത്ത് കാണുന്നില്ല. അതുകൊണ്ട് ബൈബിൾ ന്യൂമറോളജിസ്റ്റ് അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നുള്ളത് നമ്പർ 6 ആണ്. 6 is a number of human beings. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ട് മനുഷ്യന്റെ സംഖ്യയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഈ 6. അതിനെ സാത്താന്റെ സംഖ്യയായിട്ടും കാണുന്നവരുണ്ട്. നമ്പർ ഓഫ് ഡെവിൾ. ബിക്കോസ് Satan often tries to compete with God using human beings. മനുഷ്യനെ വെച്ച് അല്ലെ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തോട് മത്സരിക്കാൻ സാത്താൻ കാണിക്കുന്ന വ്യഗ്രത നിമിത്തം ഇതിനെ സാത്താന്റെ സംഖ്യയായിട്ടും കാണുന്നു. അതായത് 6 എന്ന് പറയുന്നത് 7 - 1 ആണ്. എന്താ അതിന്റെ അർത്ഥം? 7 ഡിവൈൻ പെർഫെക്ഷൻ, ദൈവിക പൂർണ്ണതയാണ് 7. എന്നാൽ 6 ആ ദൈവിക പൂർണ്ണതയിൽ നിന്നും താഴെ നിൽക്കുന്ന ഒന്ന്. Not yet reached the perfection, and therefore 6 is 7 - 1. That means imperfect, human imperfections. ദൈവിക പൂർണ്ണതയിൽ എത്താൻ കഴിയാതെ, ദൈവിക പൂർണ്ണതയിൽ എത്താൻ കഴിയാതെ മാനുഷികമായ അപൂർണതയിൽ അല്ലെങ്കിൽ അപൂർണതയെ കാണിക്കുന്ന സംഖ്യയാണ്. അതുകൊണ്ട് അതിനെ മാനുഷിക അപൂർണ സംഖ്യയെന്നോ സാത്താന്യ അപൂർണതയെന്നോ 6-നെ വിളിക്കുന്നു. എന്നാൽ 7 സ്തോത്രം, അതെന്താണ്? നമ്പർ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ, ദൈവിക പൂർണ്ണതയുടെ സംഖ്യ. 3 + 4 എന്നാണ് അതിനെ ന്യൂമറോളജിസ്റ്റ് കണക്കാക്കുന്നത്.
സംഖ്യ ശാസ്ത്രജ്ഞർ അതിനെ 7-നെ 3 + 4 3 നമുക്കറിയാം ത്രിയേകത്വത്തിന്റെ ദൈവിക പൂർണ്ണതയെ വീണ്ടും കാണിക്കുന്ന ഒന്നാണ്. പ്ലസ് ദ ക്രിയേറ്റഡ് വേൾഡ്. അപ്പോൾ സ്രഷ്ടാവിനെയും സൃഷ്ടിയെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പൂർണ്ണതപ്പെടുത്തുന്ന സംഖ്യയായിട്ടാണ് 7 നിൽക്കുന്നത്. ഞാന് വായിച്ച ഒരു സംഗതി, മാത്സും ആയിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമില്ല, എന്നാൽ ഞാൻ ഈ പുസ്തകത്തിൽ ഈ ന്യൂമറോളജിയുടെ പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം, ആൾജിബ്രയിലെ 7 എന്നുള്ളത് സൈൻ ഓഫ് ഇൻഫിനിറ്റി ആണെന്ന്. ആൾജിബ്രയിൽ ഗണിതശാസ്ത്രത്തിന്റെ ഭാഗമാണല്ലോ ആൾജിബ്ര. അതിൽ 7 എന്നത് ഇൻഫിനിറ്റി, അസംഖ്യതകളുടെ അല്ലെങ്കിൽ അനന്തതകളുടെ ഒരു സംഖ്യയായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി വിശദാംശങ്ങൾ എനിക്കറിഞ്ഞുകൂടാ. മത്തായി 18-21, 22 ഒന്ന് വായിച്ചോളുമോ? മാത്യു 18:21 and 22. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 7 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 7 70 വട്ടം. 7 വട്ടം മതിയോ? പോരാ, 7 70 വട്ടം. അതിന്റെ അർത്ഥം 7 × 70. 7-നെ 70 കൊണ്ട് ഗുണിച്ച് അത്രയും പ്രാവശ്യം എണ്ണി ക്ഷമിക്കാനല്ല പറഞ്ഞത്. അതൊരു ഇൻഫിനിറ്റിയെ കാണിക്കുന്നതാണ്. ഒരു വലിയ സംഖ്യ, എണ്ണമില്ലാത്തതുപോലെ എന്നർത്ഥം. കയ്യും കണക്കും ഇല്ലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ. അപ്പോൾ 7 എന്നുള്ളത് ആൾജിബ്രയിൽ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അതിന് തെളിവായിട്ടാണ് ഈ ഭാഗം പറയപ്പെടുന്നത്. ഓക്കെ, 7. കൂടാതെ നമുക്ക് 7 എന്നതിനെ കുറിച്ച് വീണ്ടും കാണാൻ സാധിക്കുന്നത് 7 heavenly bodies. സൂര്യനും ചന്ദ്രനും 5 ഗ്രഹങ്ങളും ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നതുമൊക്കെ ആ നിലകളിലൊക്കെ ആയിരുന്നുവല്ലോ. ആഴ്ചയിൽ 7 ദിവസം, 7 weeks a day. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് 7 പ്രധാന ദൂതന്മാരുണ്ട്, 7 archangels. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കണ്ട 7 spirits of God, 7 ദൈവാത്മാക്കളായ അല്ലെങ്കിൽ 7 ദൈവാത്മാക്കൾ, 7 സഭകൾ. ഇങ്ങനെ 7 7 7 എന്നത് ഇൻഫിനിറ്റിയെ കുറിക്കുന്നതും ദൈവിക പൂർണ്ണതയെ കുറിക്കുന്നതുമായി മനസ്സിലാക്കും. സ്തോത്രം. Then comes number 8. 8. എട്ടിനെ പൊതുവെ കാണുന്നത് നമ്പർ ഓഫ് ന്യൂ ക്രിയേഷൻ. വെളിപ്പാട് 21-ാമത്തെ അധ്യായത്തിലും 2 പത്രോസ് 3-10 മുതലുള്ള വാക്യങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത് പോലെ പുതിയ സൃഷ്ടിയെ കുറിക്കുന്നതാണ്. ഈ സൃഷ്ടിക്ക് അപ്പുറത്തേക്ക്, അതാണ് 8 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 9-നും വലിയ സ്ഥാനം നമുക്ക് എന്തോ റെവലേഷൻ 8-നെ കുറിച്ച് റെവലേഷൻ റെഫറൻസ്
റെവലേഷൻ 21 ഫോളോയിങ്, 21 മുതൽക്കുള്ള വാക്യങ്ങൾ. മുമ്പേ 2 വിറ്റ്നസസിന്റെ 2 സാക്ഷികളുടെ കാര്യം പറഞ്ഞത് 17:6 ആണ്. ഡ്യൂട്ടണോമി 17:6. ആവർത്തനം 17:6, 11:3 പകരം 17:6 എന്ന് എഴുതിക്കോളൂ. സ്തോത്രം. 17:6 ഓക്കെ, താങ്ക് യു. സൂസൻ ആണോ രൂഫസ് ആണോ? ഓക്കെ, ശരി. 9 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 8 കഴിഞ്ഞ് നേരെ 10ലേക്ക് പോകാം. 10 ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് കാണുന്നതേ ഉള്ളൂ, ഒരു പൂർണ്ണസംഖ്യയായിട്ട് പരിഗണിക്കുന്നതേ ഉള്ളൂ. പിന്നെ 11നും വലിയ പ്രാധാന്യമില്ല. പിന്നുള്ളത് 12. ഈ 12 എന്നുള്ളതും വീണ്ടും ഡിവൈൻ പെർഫെക്ഷൻ, ദൈവിക പൂർണ്ണതയിലേക്ക് നടത്തുന്നതാണ്. എങ്ങനെ? 4 into 3, 4ഉം 3ഉം സംഖ്യാശാസ്ത്രത്തിൽ നമ്മൾ കണ്ടല്ലോ. 12 ഗോത്രങ്ങൾ, 12 ശിഷ്യന്മാർ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും പുതിയ യെരുശലേമിന്റെ വിഷയത്തിൽ വരുമ്പോഴും 12 ഗോപുരങ്ങൾ, 12 മാണിക്യങ്ങൾ അല്ലെങ്കിൽ മുത്തും രത്നങ്ങളും, ഇങ്ങനെ 12ന്റെ ഒരു വലിയ ജാഥ ഉണ്ട്. ഇതും ദൈവിക പൂർണ്ണതയെ കുറിക്കുന്നതാണ്. ഒരു വർഷത്തിൽ 12 മാസങ്ങൾ വരെ വന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണെന്ന് കണക്കാക്കപ്പെടും. ഇത് ഒരു ന്യൂമറോളജി, ഒരു സംഖ്യാശാസ്ത്രം എന്നേ ഉള്ളൂ. അതും നമ്മുടെ രക്ഷയും ആത്മീയതയുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. പിന്നെ പഠിക്കുന്നവർക്ക് ഇത് അല്പം കൂടെ രസകരമായും കൂടെ തോന്നും. ബൈബിളിലെ പല സംഖ്യകളും അതിന്റെ കണക്കുകളുമൊക്കെ ഗ്രഹിക്കുന്നതിനും ഇത് കാരണമാകും എന്നതുകൊണ്ട് ഒന്ന് ഓർപ്പിച്ചു വന്നേ ഉള്ളൂ. അതിനപ്പുറം ഇനി മനസ്സിലായില്ലെങ്കിലും അതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. സ്തോത്രം. ഇങ്ങനെ വെളിപ്പാട് 5-ാമത്തെ അധ്യായം നമുക്ക് ഏകദേശം ഇവിടെ നിർത്താം. മറ്റെന്തെങ്കിലും നമ്മളെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താം. എന്റെ ഓർമ്മയിൽ സാത്താന്റെ സംഖ്യ 666 ഇതുമായിട്ട് ബന്ധമുണ്ടോ? അതെ, ഈ 666 ഇപ്പം മനുഷ്യന്റെയും സാത്താന്റെയും ദൈവിക പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് എത്താൻ ഒക്കാത്ത അപൂർണതയുടെ സംഖ്യയായിട്ട് അത് നിൽക്കുന്നു. അതിൻ്റെ ഒരു ഗുണനമാണ് സാത്താന്യമായ 666 എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. സ്തോത്രം. വേറെ ഏതെങ്കിലും ഭാഗം നമ്മൾ 4ഉം 5ഉം അധ്യായങ്ങളിൽ നിന്ന് വിട്ടുപോയി എങ്കിൽ ഓർമ്മപ്പെടുത്തിക്കാട്ട്. അല്ല, ഏതെങ്കിലും ഭാഗം വിശദീകരിക്കണമെങ്കിലും വീണ്ടും ചോദിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ തൊട്ട് 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. നാലും 5ഉം അധ്യായങ്ങൾ നമ്മുടെ വളരെ ഹൃദ്യമായ അധ്യായങ്ങളാണ്. നമുക്കൊത്തിരി കാര്യങ്ങൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നതും സാധിച്ചതുമായ അധ്യായങ്ങളാണ്. നമുക്ക് ആ അധ്യായങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവിക ബന്ധത്തെ ഒക്കെ വളരെ ഊട്ടി ഉറപ്പിക്കുന്നത്. സ്തോത്രം. തക്കയോഗ്യനായ ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനെ
നിരന്തരം സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആരാധിച്ചും മുൻപോട്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.